ഹായ്. കുറേ കാലമായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഉപകാരമാകുന്നൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മളെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് എന്ത്, ഹെയർ ഒന്നെങ്കിൽ സ്ട്രൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്മൂത്ത് ചെയ്യുക, അല്ലെങ്കിൽ ബോട്ടോക്സ്. ഇപ്പം ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഹെയറിനുള്ള. അപ്പോൾ നമ്മൾ ഒരു തവണയെങ്കിലും നമ്മളെ ഹെയർ ഭയങ്കര ചുരുണ്ടൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഒരു തവണയെങ്കിലും അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹമുള്ള ആളുകളായിരിക്കും. ഞാൻ അതുപോലത്തെ ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരുപാട് തവണ ഹെയറിൽ പലതരം ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോട്ടോക്സിനെ കുറിച്ച് ഞാനിപ്പം ചെയ്തിരിക്കുന്നത് ബോട്ടോക്സാണ്. അപ്പം ബോട്ടോക്സിനെ കുറിച്ച് എന്താ അതിൻ്റെ സൈഡ് എഫക്റ്റ്, അല്ലെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അത് എങ്ങനെ കെയർ ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ഹെയർ ബോട്ടോക്സ് ഇപ്പം ചെയ്തിട്ട് 3 തവണയായി ചെയ്യുന്നത്. അപ്പോൾ 3 തവണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ചെയ്തിട്ട് 2024 ഒരു മെയ്യിലാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. അന്ന് ഞാനിത് ചെയ്തു. അപ്പോൾ ഞാനിത് ഓൾറെഡി ചെയ്യാൻ പോകുന്ന സമയത്ത് ചെയ്യണമെന്ന് വിചാരിച്ച് പോയതേ അല്ല. അങ്ങനെ ഞാൻ അവിടെ പോയി. അപ്പോൾ ഹെയർ കട്ട് ചെയ്യാൻ പോയതാണ്. അപ്പോൾ ഹെയറൊക്കെ കട്ട് ചെയ്ത് വന്നപ്പോൾ ഇവർ നമുക്ക് ഹെയർ സെറ്റ് ചെയ്ത് തരുമല്ലോ. അങ്ങനെ അവർ ഹെയർ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് സെറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ എനിക്കങ്ങനെ സ്ട്രെയിറ്റായൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് ചേരുന്നുണ്ടല്ലോ, ഒന്ന് ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ എന്നാൽ പക്ഷേ അവർ ആ സമയമാകുമ്പോഴേക്കും എൻ്റെ ഹെയർ നന്നായി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ചെറുതായി പോയിട്ടുണ്ട്. ഓൾറെഡി എനിക്ക് ഹെയർ കുറവാണ്. അപ്പോൾ അവർ കട്ട് ചെയ്തും കൂടി കഴിഞ്ഞപ്പോൾ നന്നായി കുറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കിങ്ങനെ ഹെയർ കട്ട് ചെയ്താൽ ബോട്ടോക്സ് ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ബോട്ടോക്സ് ആണോ, അല്ലെങ്കിൽ എനിക്ക് സ്മൂത്തനിങ് ആണോ, അല്ലെങ്കിൽ നാനോപ്ലാസ്റ്റി ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഏത് ട്രീറ്റ്മെൻറ്റാണ് എനിക്ക് പറ്റുക എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു സ്മൂത്തനിങ് അവർ അധികം പ്രൊമോട്ട് ചെയ്യുന്നില്ല. അവർ പറഞ്ഞു ബോട്ടോക്സ് ആണ് കുറച്ചും കൂടി നല്ല. എൻ്റെ ഹെയർ അധികം തിക്നെസ് ഇല്ലാത്ത ഹെയറാണ്. അപ്പോൾ കുറച്ച് തിന്നായതുകൊണ്ട് തന്നെ നാനോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നന്നായിട്ട് ഒട്ടിപ്പോവും. അതുകൊണ്ട് അത് ചെയ്യണ്ട, നിങ്ങൾ ബോട്ടോക്സ് ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ബോട്ടോക്സ് ചെയ്ത് ഫസ്റ്റ് ടൈം അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് ആകെ എന്താ പറയുക, ഒന്നായിട്ട് ഒട്ടിപ്പോയി കാകുക. ചെറിയ ഹെയറുമാണ്, നീളം നന്നായി കുറച്ചുണ്ടായിരുന്നു. ഓൾറെഡി കട്ട് ചെയ്തതിന് ശേഷമാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാനാകെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. അയ്യോ ഇത് എന്താ പറയുക, മുഖമൊക്കെ ഭയങ്കര ഒട്ടി, ഒരു വല്ലാത്തൊരവസ്ഥ. ഞാൻ ആ ഫോട്ടോ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഭയങ്കര, പിന്നെ എനിക്ക് പോവാൻ മുടി കെട്ടാൻ പോലും എത്തുന്നില്ല, കാരണം അത്രയും ഹെയർ കുറവായിരുന്നു. അപ്പോൾ ഇത് അഴിച്ചിട്ടാലാണെങ്കിൽ ഒരു ഭംഗി തോന്നില്ല. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാൻ ചെയ്ത ആ സമയം എന്ന് പറയുന്നത് എന്താ പറയുക, വലിയ അബദ്ധം പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചു. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞ് ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ ഈ ഹെയർ ഒന്ന് നോർമൽ ഹെയറായി. അതായത് ഭയങ്കര സ്ട്രെയിറ്റായി നിൽക്കാണ്ട് നമ്മളെ നോർമലി കാണുന്നൊരു സ്ട്രെയിറ്റ് ചെയ്തോന്ന് ചോദിച്ചാൽ മനസ്സിലാവുന്ന ആ രീതിയിൽ നിന്ന് കുറച്ചൊരു മാറ്റം വന്നു. അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗി. 1.5 മാസമൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ ഹെയർ നല്ല ഭംഗി വെച്ചു. എനിക്ക് പിന്നെ അത് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു ഹെയർ ഇഷ്ടമായി. ചെയ്ത സമയത്തിനേക്കാൾ കുറേ മാറ്റം വന്നു. ആ ഒരു 1.5 മാസം കഴിയുമ്പോൾ, കുറേ വാഷൊക്കെ കഴിയുമ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഒരു 5 മന്തൊക്കെ അത് കിട്ടിയതുള്ളൂ. അത് കാരണം ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ തരുന്ന ഷാമ്പൂ കണ്ടീഷണർ മാത്രം യൂസ് ചെയ്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവർ അങ്ങനെ തന്നെ യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് 7 മന്തൊക്കെ ഇപ്പോൾ കിട്ടി. അപ്പോൾ ഞാനാണെങ്കിൽ ആ കറക്റ്റ് ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ കുറേ കാര്യം കൊണ്ട് തന്നെ എനിക്ക് 5 മന്താണ് അത് കിട്ടിയത്. അപ്പോഴത്തേക്ക് റീഗ്രോത്ത് വന്നു. അത് ഞാൻ വീണ്ടും പോയിട്ട് ഒരു ഒക്ടോബറിൽ ചെയ്തു. ആ മെയിൽ ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഒക്ടോബർ 22 ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് കുറച്ച് ഹെയറൊക്കെ വളർന്നു, ഒക്കെ ശരി. ആ സമയമാകുമ്പോഴേക്കും എനിക്കത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അത് കഴിഞ്ഞു. വീണ്ടും ഞാനിപ്പം ചെയ്തിട്ട് ഇപ്പം 3 ഡേയ്സായി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊരു വീഡിയോ ചെയ്യാം, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യാനുണ്ടായൊരു കാരണം. ഇനി ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ആഫ്റ്റർ കെയർ അല്ലെങ്കിൽ ഹെയർ ഫോൾ വരുമോ അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും എല്ലാവർക്കും. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. ഓൾറെഡി എനിക്ക് ഹെയർ ഫോൾ ഉള്ള സമയത്ത് തന്നെയാണ് ഞാനിത് പോയി ചെയ്തത്. പക്ഷേ ഞാൻ കുറേ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഹെയർ ഫോളുള്ള സമയത്ത് ചെയ്യരുതെന്ന്. പക്ഷേ എനിക്ക് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പോയി ചെയ്തതായതുകൊണ്ട് തന്നെ നല്ല ഹെയർ ഫോളുള്ള സമയത്താണ് ഞാൻ ചെയ്തത്. ഇത് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നൊരു 2 വീക്കൊന്നും എനിക്ക് ഹെയർ ഫോൾ ഇല്ലായിരുന്നു. അതിനുശേഷം എനിക്ക് ഹെവി ഹെയർ ഫോൾ, അത് എന്താ പറയാൻ പറ്റാത്ത ഹെയർ ഫോളായിരുന്നു. അതിൻ്റെ ആ ഹെയർ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചതിൻ്റെ ഫോട്ടോ എൻ്റെ അടുത്ത് ഉണ്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അതും കൂടി ആഡ് ചെയ്യാം. അത്രയും ഞാൻ ഇത് കൊഴിയുന്ന കണ്ട് എനിക്ക് സങ്കടമായി. അങ്ങനെ ഭയങ്കര ഒരു ഹെയർ ഫോൾ വന്നു.
അങ്ങനെ ഒരു 2 വീക്ക് 3 വീക്ക് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ആ സമയത്ത് ഞാൻ പോയിട്ട് പിന്നെ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് കൺസൾട്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, അവരെനിക്കൊരു മെഡിസിൻ തന്നു. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ അവരെനിക്ക് പിന്നെ ഹെയർ സെറമായിട്ട് അവർ സ്പ്രേ ചെയ്യണം നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നു. അത് ഉപയോഗിച്ച് തുടങ്ങിയപ്പം പറയേണ്ട, അതിലും വലിയ ഹെയർ ഫോള്. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ അതിൻ്റെ ഒരു ബോട്ടിൽ യൂസ് ചെയ്തു. അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട് ഇത്ര ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെയർ ഫോൾ കുറയുന്നു. അത് യൂസ് ചെയ്യുമ്പോൾ തുടക്കത്തിലുണ്ടാകും, പിന്നെ പക്ഷേ എനിക്കൊരു 1 മന്തായിട്ട് ഒട്ടും കുറച്ചിലില്ല. അങ്ങനെ ഞാൻ പിന്നെ അത് വീണ്ടും ഞാൻ ഒരു ബോട്ടിലൂടെ വാങ്ങിച്ചു. അതിൻ്റെ മിഡിലെത്തിയപ്പോൾ ഞാൻ ആ കംപ്ലീറ്റ് ബോട്ടിൽ ഒഴിവാക്കി ഞാൻ വീണ്ടും ഹെയർ ഓയിലിലേക്ക് കടന്നു. കംപ്ലീറ്റ് ഹെയർ ഓയിൽ ഉപേക്ഷിച്ചിരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത്. അതായത് ബോട്ടോക്സ് ചെയ്തപ്പോൾ ഹെയർ ഓയിൽ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാണ്ടിരുന്നപ്പോഴാണ് ഈ പ്രശ്നം വന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ ആ ഒരു സെറം ഒഴിവാക്കി ഞാൻ വീണ്ടും ഹെയർ ഓയിലും അതുപോലെ തന്നെ ഷാമ്പൂ ഒക്കെ ഞാൻ നോർമൽ, അതായത് മെഡിക്കേറ്റഡ് ഷാമ്പൂ യൂസ് ചെയ്യാൻ തുടങ്ങി. ആയുർവേദത്തിൻ്റെ മെഡിക്കേറ്റഡ് ഷാമ്പൂകളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ അവർ തരിക, ഞാൻ അത് ഒഴിവാക്കി ഞാൻ എൻ്റേതായ ഷാമ്പും അതുപോലെ തന്നെ ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹെയർ ഫോൾ ഒന്ന് ചെറിയ രീതിയിൽ മാറ്റമൊക്കെ വന്നു. പിന്നെ അത് നോർമലി ഉണ്ടാകുന്ന ഹെയർ ഫോളൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോയി. അങ്ങനെയാണ് ഞാൻ രണ്ടാമത് ചെയ്യുന്നത്. പക്ഷേ ഇവർ നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ അവർ പറയുന്നുണ്ട് ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഹെയർ ഓയിൽ യൂസ് ചെയ്യരുത്, കണ്ടീഷണർ യൂസ് ചെയ്യണമെന്ന്. സത്യത്തിൽ എൻ്റെ ഒരു ജെന്യൂൻ ആയിട്ടുള്ളൊരു ഇത് പറയുകയാണെങ്കിൽ, ഞാൻ ഹെയർ ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് പ്രത്യേകിച്ച്, അതായത് നമുക്ക് ബോട്ടോക്സ് ചെയ്ത ഹെയർ ഒരിക്കലും എന്തായില്ല, അതിന് ഒരു സ്ട്രക്ചറിൽ മാറ്റമോ മറ്റു കാര്യങ്ങളോ ഒന്നും വന്നില്ല. എനിക്കാണോ എന്നറിയില്ല, അതെൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഡെയിലി ഹെയർ ഓയിൽ യൂസ് ചെയ്ത് തുടങ്ങി. കാരണം എനിക്ക് അത്രയും ഹെയർ ഫോൾ, പിന്നെ വേറൊരു വഴിയുമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിന്തിക്കുക വരെ ചെയ്തു, ഇനി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്താലോ എന്ന് വരെ ചിന്തിച്ചു. കാരണം അത്രയ്ക്ക് ഹെയർ ഫോളായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു ഞാൻ നന്നായി ഹെയർ ഓയിലൊക്കെ യൂസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ആയുർവേദ ഷാമ്പു ആയിരുന്നു ഉപയോഗിച്ചത്. അങ്ങനെ കുറച്ച് കാലം അങ്ങോട്ട് പോയി. പിന്നെ ഇപ്പം അതിനുശേഷം ഞാൻ ഒരു തവണ ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഹെയർ ഓയിലും യൂസ് ചെയ്യും, അതുപോലെ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഷാമ്പു യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഒരു ദിവസം ഇടവിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എനിക്ക് ഹെയർ ഫോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 100ൻ്റെ ബിലോ ഹെയറൊക്കെ പിന്നെ പോകുന്നുള്ളൂ. അല്ലാണ്ട് ഒരുപാട് ഹെയർ പോകുന്ന ആ ഒരു ദിവസം, അതായത് ഫസ്റ്റ് ടൈം എനിക്ക് ബോട്ടോക്സ് ചെയ്ത ഒരു ഹെയർ ഫോൾ എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായില്ല. അത്രയ്ക്ക് ഹെയർ ഫോളായിരുന്നു. ഞാൻ ശരിക്കും വിചാരിച്ചു എൻ്റെ ഹെയർ എന്ത് ചെയ്യണം, ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരും. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ കാലിക്കറ്റ് ഒരു ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ എന്താ ചെയ്യാൻ. അത്ര വരെ ഞാൻ ചിന്തിച്ച് പോയൊരു സമയമായിരുന്നു. അതിന് ശേഷം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ റൂട്ടീനൊക്കെ ഒന്ന് മാറ്റി. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പിന്നെ വൈറ്റമിൻ ഡിൻ്റെ ടാബ്ലറ്റ് എടുക്കുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ മൾട്ടി വൈറ്റമിൻ എടുക്കുന്നുണ്ടായിരുന്നു, ഇതൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടുമാണ് എനിക്ക് ഹെയർ ഫോൾ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വൈറ്റമിൻ ഡി എനിക്ക് ഓൾറെഡി കുറവായതുകൊണ്ടാണ് ഞാനത് സപ്ലിമെൻ്റ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ആ ഒരു ജേണി എന്ന് പറയുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബോട്ടോക്സ് ചെയ്ത ഹെയറിൽ ഒരു സ്ട്രക്ചറിലും മാറ്റം വന്നില്ല. എൻ്റെ ഹെയർ അവർ പറയുന്നുണ്ട് 55 ഹെയർ വാഷാണ് ഇത് കിട്ടുക, പക്ഷേ അങ്ങനെയൊന്നും എനിക്കല്ല. എൻ്റെ ഇപ്പോഴത്തെ താഴത്തെ ഹെയർ എന്ന് പറയുന്നത് അന്ന് ചെയ്ത ബോട്ടോക്സ്. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തില്ല, റൂട്ട് ടച്ചപ്പ് മാത്രമേ ചെയ്തത്, താഴോട്ട് ചെയ്തില്ല. പക്ഷേ റീഗ്രോത്ത് വരുന്ന ഹെയറിന് എന്തായിരിക്കും, അത് നമ്മളുടെ നോർമലി നമുക്ക് ജനിതകപരമായിട്ടുള്ള ഹെയർ തന്നെയാണല്ലോ വരും, അതിലൊരു മാറ്റമൊന്നും വരില്ലല്ലോ. അല്ലാതെ എൻ്റെ ഹെയറിന് ഒന്നും പറ്റിയിട്ടില്ല. നമ്മളിപ്പോൾ സ്മൂത്തനിങ് ആളുകൾ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പെർമനൻ്റ് ആണെന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് ബോട്ടോക്സോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ബോട്ടോക്സ് ആണോ അല്ലെങ്കിൽ സ്മൂത്തനിങ് ആണോ കെരാറ്റിനാണോ നല്ലതെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ സ്മൂത്തനിങ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് കുറച്ച് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. സ്മൂത്തനിങ് ചെയ്ത് എൻ്റെ ഒരു ഫ്രണ്ടിന് എൻ്റെ അനുഭവം അവൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നന്നായിട്ട് ഹെയർ സ്പ്ലിറ്റ് ആകുന്നുണ്ട്, അതുപോലെ തന്നെ ഹെയർ പിന്നെ എന്താണ് ഭയങ്കര ഡ്രൈനെസ് വരുന്നുണ്ടെന്നൊക്കെ. സ്മൂത്തനിങ് ഞാൻ ബോട്ടോക്സ് ചെയ്ത് എൻ്റെ ഹെയറിന് അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് എനിക്ക് ഇതുവരെ ഉണ്ടായില്ല. അതുപോലെ തന്നെ ആ ഹെയർ ഓരോ വാഷ് കഴിയുന്നതിന് അനുസരിച്ച് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക ചെയ്യുക. ഭയങ്കര ഇപ്പം എൻ്റെ ഹെയർ കുറച്ച് നന്നായി ഒട്ടി നിൽക്കുന്നുണ്ട്. ഇത് ഒരു 1 വീക്കൊക്കെ കഴിയുമ്പോഴേക്കും ആ ഭയങ്കര ഒട്ടി നിൽക്കുന്നത് കുറച്ചും കൂടി കുറയും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. അപ്പം ഞാൻ പൊതുവേ തിന്നായിട്ടുള്ള ഒരു ഹെയർ ഉള്ള ആളുകളോടൊക്കെ ബോട്ടോക്സ് ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ബോട്ടോക്സ് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമൊന്നും വരുന്നില്ല എൻ്റെ ഒരു അനുഭവത്തിൽ കേട്ടോ.
പിന്നെന്താണ്, നമുക്ക് വേറെ ഷാമ്പു ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഞാൻ സത്യത്തിൽ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയുർവേദ ഷാമ്പു ആണ്. അവർ ഒരു ഷാമ്പു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനത് വാങ്ങിച്ചില്ല. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് എൻ്റെ ആയുർവേദ ഷാമ്പു, അതുപോലെ തന്നെ ഹെയർ ഓയിലും യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഡെയിലി ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് കുറച്ച് പിന്നെ നമ്മൾ ചെയ്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ദിവസം നമ്മൾ കുളിക്കരുത് പറയുന്നുണ്ട്. ഞാൻ ചെയ്ത് വന്ന ദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും ഞാൻ കുളിക്കില്ല, തല നനയ്ക്കാറില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ നോർമലി ഞാൻ വാഷ് ചെയ്യാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ഞാൻ എഗ്ഗിൻ്റെ മാസ്ക് അപ്ലൈ ചെയ്യാറുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഹെന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഈ എഗ്ഗ് ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. കാരണം നമുക്കും ഒരു സമാധാനം കിട്ടുമല്ലോ, ഹെയർ ഫോൾ വരുമോ എന്നുള്ള ടെൻഷൻ എനിക്ക് എപ്പോഴും ഉണ്ട്. കാരണം അന്നത്തെ അനുഭവത്തിൻ്റെ പുറത്ത്, അതായത് ആ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം അത്രയും ഹെയർ നമ്മൾ, അതായത് കുളിച്ച് കഴിഞ്ഞാലെന്ന് മാത്രമല്ല, എപ്പം നമ്മൾ തല തൊട്ട് കഴിഞ്ഞാലും പറഞ്ഞു വരുന്നൊരു അനുഭവമായിരുന്നു. അപ്പം ആ സമയത്ത് ഞാനും ഒരുപാട് ആളുകൾ അയ്യോ ബോട്ടോക്സ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ കാലക്രമേണ ആ ഒരു ഇത് മാറി. ഇനി ആ സമയം ചെയ്തതിൽ ഹീറ്റ് കൂടിയോ അങ്ങനെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ ഒരു ഫസ്റ്റ് ടൈം മാത്രം. പിന്നീട് എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചെയ്തത്. പിന്നെ ഇത്തവണ ഞാൻ ചെയ്തപ്പം എനിക്ക് 5 മന്തിൻ്റെ അടുത്ത് കിട്ടി. പക്ഷേ ഇത്തവണ എനിക്ക് ഭയങ്കരമായിട്ട് റീഗ്രോത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ റോസ്മേരി വാട്ടറും അതുപോലെ തന്നെ അതും കൂടി അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പോൾ അതൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് റീഗ്രോത്ത് വന്നു. അപ്പോൾ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഞാൻ 6 മന്ത് കഴിഞ്ഞേ ചെയ്യുമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ തന്നെ വിചാരിച്ചതാണ്. പക്ഷേ എനിക്ക് പറ്റിയില്ല. കാരണം ഒരു കറക്റ്റ് ഒരു 5 മന്ത് ആകുമ്പോഴേക്കും എനിക്ക് ഭയങ്കര റീഗ്രോത്ത് വന്നു. അതൊരു പ്രശ്നമാണ് കേട്ടോ. നമ്മളിതിപ്പം ചെയ്ത് കഴിഞ്ഞ് പിന്നെ അത് രണ്ടാമത് റീഗ്രോത്ത് വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് രണ്ടും രണ്ട് മുടിയായി നിൽക്കുമ്പോൾ അത് ഭയങ്കര ബോറാണ്. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻറ്റ് കുറയ്ക്കും. ഒന്നുകിൽ നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക, കംപ്ലീറ്റ് വളർന്നിട്ട് അങ്ങോട്ട് ഇതാക്കുക. കാരണം ആ ഇടയ്ക്ക് നിൽക്കുന്നൊരു സിറ്റുവേഷൻ ഭയങ്കര ബോറാണ്. അങ്ങനെയൊക്കെയാണ് സ്ഥിതി. പിന്നെ എന്താണ്, അങ്ങനെ എന്തെങ്കിലും ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റുമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അതായത് എൻ്റെ ഒരു അനുഭവത്തിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഓക്കെ, ശരി.